ഹലോ ഗൈസ്, എല്ലാവർക്കും നന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. കൂർഗിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫാമിലി മാത്രം, അതായത് അച്ഛൻ, അമ്മ, മക്കൾ, പിന്നെ നമ്മുടെ മക്കളും. ഹസ്ബൻഡുമാരൊന്നുമില്ല, നമ്മൾ മാത്രം. അപ്പോൾ അങ്ങനെ ഒരു ഇന്നോവയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. വെക്കേഷൻ ടൈമാണ് ജെസ്സി ഉണ്ടാവുക. അപ്പോൾ അവൾ പിന്നെ ഏകദേശം ഒരു മാസം നിൽക്കും നാട്ടിൽ. അപ്പോൾ എപ്പോഴും പറയും എവിടെയെങ്കിലും നമുക്ക് പോകാമായിരുന്നു എന്ന്. പണ്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരുപാട് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ നമ്മളെല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇത് പോകുന്നത് ആദ്യമായിട്ടാണ്. അതായത് വൺ ഡേ ടൂറ്, വേറെ അധിക ദിവസമൊന്നുമില്ല. ഇനി എല്ലാവരും ഹസ്ബൻഡുമാരെയൊക്കെ കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ പോകണം എന്നാണ് ആഗ്രഹം. വേറെ എവിടെയെങ്കിലും 2-3 ദിവസത്തെ ട്രിപ്പ് പോകണം എന്നാണ് ആഗ്രഹം. നമ്മൾ രാവിലെ ഒരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ വെച്ച് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. കൂർഗ് ഗേറ്റിൽ വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു 9:30, അതായത് എലിഫൻറ്റ് ദുബാരയിലാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ അവിടുന്ന് നടന്നിട്ട് നമ്മൾ പിന്നെ അപ്പുറത്തെ കരക്ക് പോകണം. അവിടെയാണ് എലിഫൻ്റൊക്കെ ഉള്ളത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് നമ്മൾ സൺഡേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ പുഴയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിലൂടെ നടന്നിട്ടാണ് പോകേണ്ടത്. വെള്ളത്തിൽ നിറയെ കല്ലിട്ടിട്ടുണ്ട്. ആ വലിയ കല്ലില്ലേ, നല്ല മിനുസുള്ള കല്ല്. അപ്പോൾ എല്ലാവരും സ്ലിപ്പായി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി. ഞാനിപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ, ഞാനും അച്ഛനും പിന്നെ അമ്മയും കൂടെ പിന്നെ ആദ്യം ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്, പിന്നെ ഭയങ്കര സ്ലിപ്പറി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്നത്. ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കണ്ടീഷൻ മനസ്സിലായി. ഒരുപാട് ആൾക്കാർ വീണിട്ടുണ്ടായിരുന്നു. ഇവർ എന്നിട്ട് ഏച്ചി, അനിയത്തിയും മക്കളെല്ലാം കൂടെ അപ്പുറത്തെ കരയ്ക്ക് പോയി എലിഫൻറ്റിനൊക്കെ കണ്ടിട്ടാണ് തിരിച്ച് വന്നത്. അപ്പോൾ മക്കൾക്ക് അതെല്ലാം ഒരു രസമല്ലേ. പക്ഷേ അവരും വീണിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്ലിപ്പറി എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഇത്. പിന്നെ ഇവർക്ക് ഇത്രയും പൈസയൊക്കെ വാങ്ങിയിട്ട് ഇവർ പിന്നെ ടിക്കറ്റിനൊക്കെ ഒരുപാട് പൈസയുണ്ട് അവിടെ കയറാൻ വേണ്ടിയിട്ട്. അതായത് എലിഫൻറ്റിൻ്റെ അവിടെ കയറാൻ വേണ്ടി 150 അങ്ങനെ എങ്ങാണ്ട് ഉണ്ട് അവിടെ കയറാൻ വേണ്ടി. അപ്പോൾ ഇത്രയും പൈസയൊക്കെ വാങ്ങി ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വരുന്നതാണ്. അപ്പോൾ അവർക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു സംവിധാനം ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം പ്രായമുള്ളവരൊക്കെ ഇപ്പുറത്തെ കരക്ക് നിൽക്കുക ചെയ്താൽ കാണാൻ പോകാണ്ട് നല്ല രസമാണ്. ഒരുപാട് എലിഫൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് തീറ്റ കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. ആനത്താവളം, നമ്മളെ ഗുരുവായൂരൊക്കെയുള്ള ആനത്താവളം പോലെ അത് എൻ്റെ വേറൊരു വേഷം. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. അവർ പോയി കണ്ടിട്ട് പറഞ്ഞ് പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ ട്രിപ്പ് മൊത്തമായിട്ട് പ്ലാൻ ചെയ്തത് ധന്യേച്ചിയാണ്. അപ്പോൾ അവർക്ക് അവിടുന്ന് പിന്നെ അതായത് ഓള് വർക്ക് ചെയ്യുന്നത് നോബൽ എൻ്റർപ്രൈസസ് നിന്ന് പിന്നെ അവർ ഇത് കൊടുക്കുന്നതാണ്. ഒരു വർഷത്തിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ കുറേ പെൺകുട്ടികളൊന്നും ഇല്ല, അപ്പോൾ ഒരാളായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ജെൻസാണ്. അപ്പോൾ ജെൻസ് വേറെ പോകും, ഇവർക്ക് വേറെ പിന്നെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ കൊണ്ടുപോയതാണ് ഓറ്. അപ്പോൾ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല വീഡിയോ കിട്ടിയ കിട്ടുമായിരുന്നു. അതിന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, ഓടുന്നുണ്ട്. അവർ തിരിച്ചു വരാൻ വേണ്ടി ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട്. ഇവിടെ കുറച്ച് പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കയറിയൊന്നുമില്ല, നമ്മൾ 2 ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പിന്നെ വേറൊരു ഭാഗത്ത് ഇങ്ങനെ നടക്കാൻ പോയി. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ കുതിരേൻ്റെ അടുത്ത് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നല്ല ഇതായിട്ട് നിന്ന്. പിന്നെ അപ്പോഴത്തേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നിസർഗധാമ പാർക്കിലേക്കാണ്. അത് ഒരുപാട് ചുറ്റി കാണാനുണ്ട്. ഇഷ്ടം പോലെ നല്ല പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് നല്ല അടിപൊളിയായിട്ട് നടന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല തൂക്കുപാലത്തിലൂട്ടിയാണ് എൻട്രി വരുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മേലെ പിന്നെ ഇത് ഏറുമാടമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെ കയറിയിട്ടും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ കുട്ടിക്ക് കളിക്കാൻ വേണ്ടി നല്ലൊരു പാർക്ക് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പാർക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു, സ്ലൈഡും കാര്യങ്ങളൊക്കെ. അതിലൊക്കെ കുട്ടികൾ കളിച്ച്
കളിച്ച് കുറേ നേരം കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വന്നു. അധികം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയില്ല, വൺ ഡേ ടൂറല്ലേ. പിന്നെ അതിനുശേഷം നമുക്ക് പിന്നെ പോകേണ്ടത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ കയറുന്നതിലിടക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ അവിടെ കയറിയാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വളരെ ലേറ്റ് ആവും. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഏകദേശം 1:30 അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല അടിപൊളി ഫുഡായിരുന്നു, ബിരിയാണിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ വേണ്ടുന്ന നൂഡിൽസും അതൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ നല്ല സൂപ്പർ ഫുഡും കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കായിരുന്നു. What's up, guys? Milu, hindi.
പിന്നെ നമ്മൾ നേരെ പോയത് രാജാ സീറ്റിലേക്കായിരുന്നു, രാജാ സീറ്റ് ഗാർഡനിലേക്ക്. അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഴ, കുറച്ച് നേരം വണ്ടിയിൽ ഇരിക്കേണ്ടി വന്ന്. അങ്ങനെ എന്താ വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാണ്ട്, നല്ല മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ വെച്ചാൽ കുറേ എല്ലാവരും കുടയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് കുടയുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് കുറച്ച് തോർന്നിട്ട് ഇറങ്ങാമെന്ന്. അങ്ങനെ കുറച്ച് മഴ തോർന്നപ്പോൾ നമ്മൾ നേരെ രാജാ സീറ്റിലേക്ക് പോയി. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ നല്ലപോലെ തോർന്നു. പക്ഷേ മഴേൻ്റെ ആ ഒരു ഇത് ഗാർഡൻ നല്ലൊരു ഇത് വൈകുന്നേരമായി നമ്മൾ എത്തുമ്പോഴേ. പിന്നെ അപ്പോഴത്തേക്ക് കുറച്ച് ഡാർക്കായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം എത്തിയതും കാര്യമായി. എന്താ വെച്ചാൽ നമുക്ക് വാട്ടർ ഡാൻസ് ഇല്ലേ, പിന്നെ നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുള്ള വാട്ടർ ഡാൻസ്, അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുൻപ് പോയിട്ടുണ്ടായിരുന്നു, 2-3 വട്ടം പോയതൊക്കെ പകൽ ടൈമായിരുന്നു, അപ്പോൾ അത് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ വാട്ടർ ഡാൻസ് കാണാൻ പറ്റി. നല്ല അടിപൊളിയായിരുന്നു, അത് നല്ല വൈബായിരുന്നു. പിന്നെ ഏകദേശം ഒരു ഇരുട്ടാകാൻ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഫോട്ടോസൊന്നും വലിയ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഓടിച്ചാടി എല്ലാം കണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ നമ്മൾ പോയ സ്ഥലത്തൊക്കെ ഇത്ര ആൾക്കാർ. ആ സൺഡേ ആയതുകൊണ്ട് നല്ല ജനങ്ങളായിരുന്നു. പിന്നെ വെള്ളം നിലത്തൊക്കെ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നടന്നു പോകുന്നിടത്ത് ഇൻ്റർലോക്ക് ചെയ്തതാണ്, എന്നാലും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നടക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി മഴയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട എടുക്കാതെ നിവർത്തിയില്ല. അങ്ങനെ കുടയും ചൂടി കുറച്ചൊക്കെ, പിള്ളേരൊന്നും പിന്നെ അത് കാര്യമാക്കിയിട്ടില്ല. അവർ പിന്നെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ എല്ലാം കണ്ടത്. പിന്നെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അപ്പോൾ സിപ്പ് ലൈൻ കയറണം എന്ന് പറഞ്ഞ് നന്ദു കുറച്ച് വാശിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയും സന്ധ്യയൊക്കെ ആയതുകൊണ്ട് പിന്നെ വിട്ടിട്ടില്ല. മഴയൊന്നും ഇല്ലാത്ത വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് പോയിട്ട് നല്ല അവിടെ ഇരുന്നാൽ നല്ല വ്യൂ ആണ് അവിടുത്തെ. നല്ല അടിപൊളി മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല, സീറ്റൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സമയം വൈകി. ഈ സമയത്ത് നമ്മൾ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്താൻ പറ്റും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ഓടിച്ചാടി കണ്ട്. പിന്നെ നമ്മൾ കണ്ടത് വാട്ടർ ഡാൻസ് ആയിരുന്നു. വാട്ടർ ഡാൻസ് അടിപൊളിയായിരുന്നു, സൂപ്പർ. ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റോളം കണ്ടിട്ട് നമ്മൾ പിന്നെ മടങ്ങി അവിടുന്ന്. അടിപൊളിയായിരുന്നു വാട്ടർ ഡാൻസ്. അങ്ങനെ അടിപൊളി വാട്ടർ ഡാൻസും കണ്ടിട്ട് നമ്മൾ മടങ്ങി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ തിരിച്ചിങ്ങെത്തണ്ടേ, 3-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടല്ലോ.
പിന്നെ ഡ്രൈവർ ഉണ്ട്, എന്തായാലും പേടിക്കാനില്ല, രാത്രിയായാലും കുഴപ്പമൊന്നുമില്ല. ട്രാവൽ ഏജൻസീൻ്റെ തന്നെ വണ്ടിയാണ്. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ കൂർഗ് ഗേറ്റിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിയത്തെ നല്ല അടിപൊളി മന്തിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ വെച്ചാൽ അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു. രാവിലെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ കഴിക്കാൻ വരുന്നത്. കഴിക്കണമെങ്കിൽ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, എന്നാലും വെയിറ്റ് ചെയ്താലും നല്ല സൂപ്പർ ഫുഡായിരുന്നു. അമ്മമ്മേന്റെ ഇപ്പുറത്തെ കൈ ഞാൻ കെട്ടിപ്പിടിച്ച് ഇപ്പുറത്തെ കൈ നന്ദു ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ അടിപൊളി മന്തിയൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം ഒരു 12-12:30 ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ടാറ്റാ ബൈ.